നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പവർ പോയിൻറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് പഠിച്ചത്. അതുപോലെ തന്നെ ഹോം ടാബിലുള്ള ഓപ്ഷൻസും പറഞ്ഞു. ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് പറഞ്ഞു, സ്ലൈഡ്സ് പറഞ്ഞു, ഫോണ്ട് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് പാരഗ്രാഫ് ബ്ലോക്കാണ്. അപ്പോൾ പാരഗ്രാഫ് ബ്ലോക്കിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ വേഡിലും എക്സലിലും പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ എക്സ്ട്രാ വരുന്ന ഓപ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നോക്കിയേ, ഇപ്പോൾ പാരഗ്രാഫ് ബ്ലോക്കിനകത്ത് ആദ്യം വരുന്നത് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ആണ്. ഇത് എല്ലാവർക്കും അറിയാം. എന്താ ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബുള്ളറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്പേർഡ് അല്ലാതെ, അതായത് ഓർഡേർഡ് അല്ലാത്ത അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുള്ളറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബുള്ളറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ബുള്ളറ്റുകളുണ്ട്. ഏതാ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഐറ്റം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും എൻ്റർ അടിക്കുമ്പോൾ വീണ്ടും ആ ബുള്ളറ്റ് വരും. നമ്മൾ ആ ലിസ്റ്റിലുള്ള അടുത്ത ഐറ്റം ടൈപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ബുള്ളറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്പേർഡ് ലിസ്റ്റാണ്. നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർഡേർഡ് ലിസ്റ്റ്, അതായത് ഏതെങ്കിലും ഒരു ഓർഡറിൽ നമുക്ക് ഐറ്റംസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നോക്കിയേ, ഇതെന്ന് പറയുന്നത് നമ്പേർഡ് ലിസ്റ്റാണ്. ഇവിടെ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബാക്ക് കൊടുത്തതിന് ശേഷം നമ്പേർഡ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ പല രീതിയിലുള്ള ഓർഡേർഡ് ലിസ്റ്റ് 1, 2, 3 ഉണ്ട്, ABCD ഉണ്ട്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓർഡേർഡ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈൻ സ്പേസിംഗ് ആണ്. ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈൻ സ്പേസിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് 1 ഉണ്ട്, 1.5 ഉണ്ട്, 2, 2.5, 3 ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാം. എത്ര സ്പേസ് നമുക്ക് വേണമോ ആ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അറിയാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഡയറക്ഷനാണ്. ഏത് ഡയറക്ഷനിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തു. ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ഡയറക്ഷനിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇപ്പോൾ ടെക്സ്റ്റ് ഡയറക്ഷനിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൊറിസോണ്ടൽ ഉണ്ട്, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 90 ഡിഗ്രി ഉണ്ട്, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 270 ഡിഗ്രി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാഗ്ഡ് ഉണ്ട്. ഇത്രയും 4 ഓപ്ഷൻസാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഹൊറിസോണ്ടൽ, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 90 ഡിഗ്രി, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 270 ഡിഗ്രി ആൻഡ് സ്റ്റാഗ്ഡ്. ഇനി ഹൊറിസോണ്ടൽ കൊടുത്തു നോക്കാം. നമ്മൾ ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ളത് ഏതാണ്? ഹൊറിസോണ്ടൽ ആണുള്ളത്. ഇനി റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 270 ഡിഗ്രി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും വരുന്നത്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്ഡ് എന്നാണ്. സ്റ്റാഗ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണ് ടെക്സ്റ്റ് ഡയറക്ഷൻസിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇൻഡൻറ്റേഷൻ ആണ്. ഇൻഡൻറ്റേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ, നമുക്ക് ഡിക്രീസ് ഇൻഡൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻഡൻറ്റും ഉണ്ട്. നമ്മൾ വീട്ടിൽ പഠിച്ച പോലെ തന്നെയാണ്. റൈറ്റ് മാർജിൻ ഇൻഡൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ് സൈഡിലോട്ട് മാർജിൻ ഇൻഡൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ മാർജിൻ നമുക്ക് കൂട്ടണമെങ്കിൽ ഇൻക്രീസ് ഇൻഡൻറ്റും, കുറയ്ക്കണമെങ്കിൽ ഡിക്രീസ് ഇൻഡൻറ്റും കൊടുക്കുക. ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. പിന്നെ ഉള്ളത് കോളമാണ്. നമ്മൾ ഡോക്യുമെൻറ്റിൽ വേൾഡ് കോളം ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റേഷനിലും കോളമായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1 കോളം ഉണ്ട്, 2 കോളം ഉണ്ട്, 3 കോളം ഉണ്ട്, അതുപോലെ തന്നെ മോർ കോളം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ 3 കോളമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിനെ എന്ത് ചെയ്യും, നമ്മൾ 3 കോളമായിട്ട് ഇതിനെ തിരിക്കും. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ 3 കോളമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും കണ്ടോ, നമ്മൾ അടുത്ത 3 കോളമായിട്ടായിരിക്കും അതിനകത്ത് ടെക്സ്റ്റ് വരുന്നത്. ഇതൊരു കോളം, അതുപോലെ തന്നെ ഇതൊരു കോളം, അതുപോലെ തന്നെ ഇതൊരു കോളം, അങ്ങനെ 3 കോളം. നമ്മളിപ്പോൾ 3 കോളം ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത 2 കോളം ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2 കോളമായിട്ട് മാറും. ഇനി 1 കോളം ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കോളമായിട്ട് മാറും. ഇതാണ് കോളം ഓപ്ഷൻ വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റ് ഏതൊക്കെയാണ്? ലെഫ്റ്റ് ഉണ്ട്,
അതുപോലെ തന്നെ സെൻറ്റർ ഉണ്ട്, റൈറ്റ് ഉണ്ട്, ജസ്റ്റിഫൈ ഉണ്ട്. അപ്പോൾ ഇത് 4 അലൈൻമെൻറ്റിൽ വരുന്ന ഷോർട്ട് കട്ട് കീസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. Ctrl+L, Ctrl+ ലെഫ്റ്റ് ആണെങ്കിൽ Ctrl+L ആയിരിക്കും അലൈൻമെൻറ്റ്. ഇതാണ് ലെഫ്റ്റ് അലൈൻമെൻറ്റ്. സെൻറ്റർ ആണെങ്കിൽ Ctrl+E ആണ് ഷോർട്ട് കട്ട് കീ. റൈറ്റ് ആണെങ്കിൽ Ctrl+R ആണ്. അതുപോലെ തന്നെ ജസ്റ്റിഫൈ ആണെങ്കിൽ Ctrl+J ആണ് ഷോർട്ട് കട്ട് കീ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അലൈൻ ടെക്സ്റ്റ് ആണ്. അലൈൻ ടെക്സ്റ്റ് ഏതൊക്കെയുണ്ട്? ടോപ്പ് ഉണ്ട്, മിഡിലുണ്ട്, ബോട്ടം ഉണ്ട്. അപ്പം ഇതിൽ എവിടെ നമുക്ക് അലൈൻ ചെയ്യണോ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ മിഡിലാണ് കിടക്കുന്നത്. ബോട്ടം കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വരും. അതുപോലെ തന്നെ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. അപ്പോൾ എവിടെ നമുക്ക് അലൈൻ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ അതിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്ലേസ് ഹോൾഡർ എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പ്ലേസ് ഹോൾഡർ ഇവിടെ നമുക്ക് ഈ ഒരു പ്ലേസ് ഹോൾഡർ വലുതാക്കി കാണിക്കാം. അതിനുശേഷം നമ്മുടെ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ഈ ഒരു പ്ലേസ് ഹോൾഡറിൻ്റെ എവിടെയാണ് അലൈൻ ചെയ്തിരിക്കുന്നത്? മിഡിലാണ്. കണ്ടോ? മിഡിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ടോപ്പിലേക്ക് പോകണമെങ്കിൽ ടോപ്പ് അലൈൻ കൊടുത്തു കഴിഞ്ഞാൽ, ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ പ്ലേസ് ഹോൾഡറിൻ്റെ മുകളിലേക്ക് പോകും. ഇനി അതുപോലെ തന്നെ നമ്മൾ ബോട്ടം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് പോകും. നമ്മൾ മിഡിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പ്ലേസ് ഹോൾഡറിൻ്റെ മിഡിലിലേക്ക് പോകും. അതാണ് അലൈൻമെൻറ്റ്. അലൈൻ ടെക്സ്റ്റ് അപ്പോൾ ഏതൊക്കെയാണ്? ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടം ഉണ്ട്, മിഡിലുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കൺവേർട്ട് ടു സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്. അതായത് നമ്മുടെ ഈ ബ്ലോക്ക് ഡയഗ്രംസ് ഒക്കെ ആയിട്ട് ഡേറ്റാസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാൽ ഇപ്പം നമ്മൾ ഈ ഒരു സ്ലൈഡ് സെലക്ട് ചെയ്തു, ഈ ഒരു പ്ലേസ് ഹോൾഡർ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് എനേബിളായി. ഇതിനകത്ത് പല രീതിയിലുള്ള സ്മാർട്ട് ആർട്ടുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ നമുക്ക് വേണം ആ ഒരു പ്ലേസ് ഹോൾഡറിലുള്ള ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യണോ ആ ഒരു സ്മാർട്ട് ആർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. അതല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ കൊടുക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തു, അടുത്ത ഒരെണ്ണം എടുത്ത് കൊടുത്ത് നോക്കാം. ഈ രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം, ഈ രീതിയിൽ കൊടുക്കാം. അപ്പോൾ സ്മാർട്ട് ആർട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് ആ ഒരു ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. ഡ്രോയിങ്സിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ലൈഡ്സിൽ എന്തെങ്കിലും ഷേപ്സ് ഒക്കെ ഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഷേപ്സ് ഉണ്ട്. കണ്ടോ ഇതിൽ ഷേപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഷേപ്സിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ആരോ വേണമെങ്കിൽ ആരോ എടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഡ്രോ ചെയ്യാം. അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ് വേണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് ഡ്രോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഷേപ്സ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ അറേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്, ബ്രിങ് ടു ഫോർവേഡ്, സെൻഡ് ടു ബാക്ക്വേഡ്. അതായത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഒക്കെ നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഒരു ഇമേജ് ഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഇമേജിനെ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം നോക്കി ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു റെക്റ്റാങ്കിളിനെ ഞാനിവിടെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റിനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ആ ഒരു ടെക്സ്റ്റിനെ കാണണം. ഈ ഒരു ഷേപ്പിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ എന്തുള്ളത്? ടെക്സ്റ്റ് ഉള്ളത്. പക്ഷെ നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മൾ അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതെന്ത് ചെയ്യണം? ഈ ഒരു ഷേപ്പിനെ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോകണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സെൻഡ് ടു ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ആ ടെക്സ്റ്റ് ഫ്രണ്ടിൽ വരും, ഈ ഒരു ഷേപ്പ് ബാക്കിൽ പോകും. അപ്പോൾ ഇതാണ് അറേഞ്ച് എന്ന് പറയുന്ന ടൂൾ കൊണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്വിക്ക് സ്റ്റൈൽസ് ആണ്. നമുക്ക് ഏതെങ്കിലും സ്റ്റൈലുകളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിനകത്തുള്ള സ്റ്റൈൽസ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഫില്ലാണ്. ഏതെങ്കിലും കളർ ഷേപ്പിനകത്ത് ഏത് കളറാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അതിനുശേഷം ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഔട്ട്ലൈൻ, അതായത് ഇതിനെ ഔട്ട്ലൈൻ ഷേപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇറേസ്, അതായത് എന്തെങ്കിലും ഇറേസ് അല്ല, ഷേപ്പ് എഫക്റ്റ്, അതായത് ഷേപ്പിന് എന്തെങ്കിലും എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് പ്രിസെറ്റ്, ഷാഡോ, ഗ്ലോ അങ്ങനെയുള്ള പല രീതിയിലുള്ള എഫക്റ്റുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും എഫക്റ്റുകൾ നമുക്കിതിന് കൊടുക്കണമെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം.
പിന്നെ ഉള്ളത് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിലാണ് ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട് ഈ 3 ഓപ്ഷൻസ് വരുന്നത് എഡിറ്റിങ്ങിലാണ്. അപ്പോൾ എഡിറ്റിങ്ങിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നതൊക്കെയാണ് ഫൈൻഡ് ഉണ്ട്, റീപ്ലേസ് ഉണ്ട്, സെലക്ട് ഉണ്ട്. ഇനി ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+F ആണ്. റീപ്ലേസ് എന്ന് പറയുമ്പം Ctrl+H ആണ് ഷോർട്ട് കട്ട് കീ. അപ്പം ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഹോം ടാബിനകത്ത് വരുന്നത്. അപ്പോൾ ഹോം ടാബിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്: ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ്സ് ആൻഡ് എഡിറ്റിംഗ്. അപ്പം ഇതിനകത്ത് നമ്മൾ വേർഡിനകത്ത് പറയാത്ത ഓപ്ഷൻസ് ആണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഷാഡോ, ഫോണ്ടിനകത്ത് വരുന്ന ഷാഡോ വരുന്നുണ്ട്, ക്യാരക്ടർ സ്പേസിങ് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കോളംസ് എന്ന് പറയുന്നത് നമ്മുടെ പേജ് ലേഔട്ടിനകത്ത് വന്നിരുന്ന കോളംസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇതിനകത്താണ് വന്നിട്ടുള്ളത്. ഏതിലാ? പാരഗ്രാഫിലാണ്. പവർ പോയിന്റിൽ പാരഗ്രാഫിനകത്താണ് വരുന്നത് കോളംസ് എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ്. അതുപോലെ തന്നെ ഷേപ്സ് എല്ലാം നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ എഡിറ്റിങ്ങിലാണ് ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട് പോലെയുള്ള ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ടാബുകളെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് വരുന്നത്. പവർ പോയിന്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളുടെ PDF നോട്ട്സും ക്വിസും ഒക്കെ വേണമെന്നുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള മാസ്റ്ററിങ് എഡ്യൂടെക്കിൽ ജോയിൻ ചെയ്യുക. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. താങ്ക്